So hello guys, ഒരു മിനിറ്റ്. ഓക്കെ, സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് താങ്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എസ്തെറ്റിക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. നമ്മുടെ ലൈറ്റ് റൂമോ സ്നാപ്സീഡോ ഒന്നല്ല, ഇതൊരു പുതിയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇൻട്രോ റൂൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് പ്രീക്വൽ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എസ്തെറ്റിക് ഫോട്ടോസ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എഡിറ്റ് ചെയ്യാനാണ്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ട്രെൻഡിങ് ടാബ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഫിൽറ്റേഴ്സിനും ഓരോ എഫക്റ്റാണ്. നമുക്ക് പലതരം ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇതിലെ ഓരോ ഫിൽറ്റർ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഫിൽറ്റേഴ്സാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിലായിട്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ എഫക്റ്റുകളൊക്കെ എടുക്കുന്ന ഒരു ടാബ്. ഇവിടെ നമുക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഫിലിം ഡോം എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഒരു ഫിലിമിനകത്ത് നമ്മുടെ ഫോട്ടോ വരുന്നൊരു സംഭവമാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും സ്റ്റോറി ഇടാനായിട്ട് നമുക്കിങ്ങനെ വേറൊരു ഫിൽറ്റർ വരുന്നുണ്ട്. നമുക്കിതിൽ ഓരോ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ഫിൽറ്റേഴ്സാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടെക്സ്റ്റ് വരുന്ന ഫിൽറ്റേഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്തൊരു കസ്റ്റം ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ടെക്സ്റ്റ് തന്നെയായിരിക്കും നമുക്കിതിനകത്ത് വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ 8 എന്ന് പറയുന്ന വേറൊരു വിൻറ്റേജ് എസ്തെറ്റിക് ഫിൽറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പിനകത്ത് നമ്മുടെ ഫോട്ടോ വരുന്ന രീതിയിൽ വേറെ ഒരു ഫിൽറ്ററും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളി ഫിൽറ്റേഴ്സ് തന്നെയാണ്. ഇതുപോലെ മാഗസിൻ കവേഴ്സ് ആയാലും നമുക്കിങ്ങനെ ഒരുപാട് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളി ഫിൽറ്റേഴ്സാണ്. അതിനുശേഷം നമുക്ക് അടിയിലായിട്ട് നമ്മുടെ ഈ എഫക്റ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് ജസ്റ്റ് ഫിൽറ്ററുകൾ മാത്രമായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് ഇതേപോലെ കാണുന്ന ബോർഡറിൽ വരുന്ന എഫക്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ഇമേജിന് മുകളിൽ ജസ്റ്റ് ഒരു ഫിൽറ്റർ ആഡ് ചെയ്യാനുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫിൽറ്റർ, ഒരു എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിൽറ്റർ മാറ്റണം. നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോ ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാ എഫക്റ്റും എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി ഒരു പ്രീക്വൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാനായിട്ടാണ് കാണിക്കുന്നത്. അതായത് എല്ലാ ഫിൽറ്റേഴ്സ് അല്ല, ചില ഫിൽറ്റേഴ്സ് ആക്സസ് ചെയ്യാൻ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ചില ഫിൽറ്റേഴ്സ് അൺലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവർ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ടിക്ടോക്കിൽ ഫോളോ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതുവഴി എല്ലാ ഫിൽറ്റേഴ്സും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. താഴെ നിങ്ങൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫിൽറ്റേഴ്സും പ്രോപ്പർലി കാറ്റഗറി ചെയ്തിട്ടുണ്ട്. പോപ്പുലർ, അതുപോലെ തന്നെ സെൽഫി. അപ്പോൾ നിങ്ങൾക്ക് സെൽഫി എടുക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫിൽറ്റേഴ്സും എഫക്റ്റും കാര്യങ്ങളൊക്കെ ഈ ആപ്ലിക്കേഷനകത്തുണ്ട്. പിന്നെ നമുക്ക് റെട്രോ, മോണോക്രോം, ട്രാവൽ, നേച്ചർ, അങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റ് ടാബാണിത്. നമ്മുടെ ലൈറ്റ് റൂമിലൊക്കെ കാണുന്ന പോലെ നമുക്ക് എല്ലാ എഫക്റ്റും ഇതിനകത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഫക്റ്റ് ടാബ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഇതിൽ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൊരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സമയമെടുത്ത് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ അടിപൊളി ഫിൽറ്റേഴ്സ് ഇട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരുവിധം എല്ലാ ഫേവറേറ്റ് ഫിൽറ്റേഴ്സും ഇതിനകത്ത് തന്നെയാണ്. നമ്മുടെ എഫക്റ്റ് ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂവി ഫിൽറ്റേഴ്സൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് വരുന്നത്. നമ്മൾ ഫിൽറ്റേഴ്സും എഡിറ്റിങ്ങും മാത്രമല്ല, നമ്മൾ എങ്ങനൊരു ഫോട്ടോ എടുക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു കാരണമാണ്. നമ്മളൊരു എസ്തെറ്റിക് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അതേപോലത്തെ ഒരു ഫോട്ടോ എടുത്താലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ സാധാരണ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സെൽഫിയോ അങ്ങനത്തെ സെൽഫിയും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ ഫിൽറ്റർ ഇട്ടുകൊണ്ട് നമുക്ക് ഒരു എസ്തെറ്റിക് ലുക്ക് നമ്മുടെ ഇമേജസ് നമുക്ക് കിട്ടില്ല. നമ്മൾ ഇതേപോലത്തെ നല്ല അടിപൊളി ക്വാളിറ്റി പിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പിക്സിനെ വേറെ ലെവലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യസർ യച്ചു എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. കാരണം നമുക്ക് ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നമ്മുടെ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ക്യാമറ ഗിയർ റിവ്യൂ അങ്ങനെ നമ്മുടെ ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോസും ഞാൻ കറക്റ്റായിട്ട് പ്ലേലിസ്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത വീഡിയോസ് ഒരുപാടുണ്ടായിരിക്കും, തീർച്ചയായിട്ടും അതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, പീസ്.